ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, റിയൽ ഫാമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വേനൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് അതിയായ ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഏകദേശം നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം അടുത്ത കൃഷിക്കായിട്ട് ഒരു കൃഷി ഒരുക്കങ്ങളെല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നോ രണ്ടോ മഴകൾ കിട്ടിയാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള കൃഷി ആരംഭിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് ഒരു പയർ കൃഷിയുടെ ഇനം പയർ കൃഷിയുടെ വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഉൽപാദനവും വിളവെടുപ്പും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് റോക്കറ്റ് എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനം പയറാണ്. ഈ കടുത്ത വേനലിലും നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണ് നമ്മുടെ പയർ കൃഷി. പിന്നെ കൂടുതലായിട്ടും നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കണ്ണികൾ വരികയും അതുപോലെ തന്നെ ഉൽപാദനം കൂടുകയും ചെയ്യുന്ന ഒരു ഇനം തന്നെയാണ് പയർ. പയറിന് പ്രത്യേകിച്ച് കൂടുതൽ സൂര്യപ്രകാശം ആവശ്യമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഏകദേശം ഒരു 100 മൂടിനകത്താണ് പയറിട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ വിളവ് നമുക്ക് കിട്ടുന്നുണ്ട്. വെള്ളത്തിൻ്റെ ക്ഷാമവും പിന്നെ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ നമ്മളിപ്പോൾ നേരിടുന്നുള്ളൂ. ഇത് പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇനം പയറാണ്. അതുപോലെ നമ്മൾ മറ്റൊരു പ്ലോട്ടിൽ ചെയ്തിരിക്കുന്നത് കാർക്കൂന്തൽ എന്ന് പറയുന്ന ഒരു ഇനം പയറുമാണ്. അപ്പോൾ ഈ കാർക്കൂന്തലിനും റോക്കറ്റിലും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. കാർക്കൂന്തലിൻ്റെ പറഞ്ഞിട്ടില്ല, നമുക്ക് ആ പ്ലോട്ടിൽ പോയിട്ട് നമുക്കത് പറയാം. തീർച്ചയായിട്ടും ഈ റോക്കറ്റ് എന്ന് പറയുന്ന വിത്തിനം നല്ല വിത്തിനം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെയുള്ള ഓപ്പൺ ഫാമിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരിനം തന്നെയാണ് റോക്കറ്റ്. നല്ല രീതിയിൽ വിളവ് കിട്ടും. നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ആദായം നമുക്ക് നേടിത്തരും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഈ കൃഷി ചെയ്ത അനുഭവത്തിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പയർ വിളവെടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ അത് ഒരു പയറിന് ഉൾഭാഗം വെന്ത പോലെ, അതായത് ചൂടിൻ്റെ അധിക ചൂട് കാരണം വെന്ത പോലെ ആവും. അപ്പോൾ നമുക്കിപ്പം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മറ്റേത് പയർ വിളവെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിരാടം ഒരു ദിവസം ഗ്യാപ്പിട്ട് അടുത്ത ദിവസമായിരിക്കും. ഇന്ന് വിളവെടുത്താൽ മറ്റന്നാൾ മാത്രമേ വിളവെടുക്കുകയുള്ളായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും വിളവെടുക്കുന്ന രീതിയിലാണ് പയർ കൃഷി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റോക്കറ്റിൻ്റെ വിശേഷങ്ങൾ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലോട്ടിലേക്ക്, നമ്മുടെ കാർക്കൂന്തൽ ഇട്ടിരിക്കുന്ന പ്ലോട്ടിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ബാ. ഇത് നമ്മുടെ രണ്ടാമത്തെ പ്ലോട്ടാണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് കാർക്കൂന്തൽ എന്ന് പറയുന്ന ഇനം പയറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഇലച്ചിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു ഭാഷ അനുസരിച്ച് ഇലകൾ കൂടുതൽ വരുമ്പോൾ ഇലച്ചിൽ എന്നാണ് പറയുന്നത്. ഇതിന് ഈ പയറിന് ഇലച്ചിൽ കൂടുതലാണ്. അപ്പോൾ ഇലകൾ കൂടുതൽ തിങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊരു കൂടാരം കണക്കാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നല്ല തണൽ കിട്ടും. എങ്കിൽ പോലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ കാർക്കൂന്തൽ എന്ന് പറയുന്ന ഇനം പയർ കൃഷി മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ മറ്റ് പയർ കൃഷികൾ ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള മൂടുകൾ, അതായത് അതിൻ്റെ എണ്ണങ്ങൾ കുറയ്ക്കുക. കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 50 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വീണ്ടും കുറച്ചിട്ട് ഒരു 30 മൂട് പയർ തൈകൾ നട്ട ശേഷം ഇതേ രീതിയിൽ പന്തൽ സജ്ജീകരിച്ച് കൊടുക്കുക. ഈ കാർക്കൂന്തലിനെ സംബന്ധിച്ച് കൂടുതൽ പന്തൽ ആവശ്യം, അല്ലെങ്കിൽ വെർട്ടിക്കൽ രീതിയിൽ പന്തൽ ആവശ്യമുള്ള ഒരു ഇതാണ്. കാരണം അത്രത്തോളം പടരുകയും അതുപോലെ നല്ല ഇലച്ചിലുണ്ടാവുകയും ചെയ്യും. കായ്മാനത്തിന് കുറവൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ രണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ റോക്കറ്റ് എന്ന് പറയുന്ന പയറിനം കുറച്ചുകൂടെ വിളവ് കൂടുതലായിട്ട് തരുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടിലും പയർ വിളവെടുക്കുന്നുണ്ട്. ഡെയിലി എടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് കാരണം പയർ വെന്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ 2 പ്ലോട്ടുകളിലും പയർ കൃഷിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഈ പയർ കൃഷി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷികൾ ആരംഭിക്കും. ഇപ്പോൾ താരതമ്യേന 2 പ്ലോട്ടിൽ നിന്നും നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടമായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കായ്മാനം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ നല്ല സൂര്യപ്രകാശവും അതുപോലെ ജലലഭ്യതയും വളവും നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഏതൊരു കൃഷിയും പരാജയമല്ല. എല്ലാ കൃഷിയിൽ നിന്നും നമുക്ക് ആദായം കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് ഈ 2 പ്ലോട്ടിലെ പയർ കൃഷി കൊണ്ട് നമുക്ക് ആദായം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റ് കൃഷികളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ആ കൃഷി തീർന്നതുകൊണ്ട് പുതിയൊരു കൃഷി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വളങ്ങളും മറ്റു കാര്യങ്ങളും ലേബർ ചാർജും എല്ലാം നമ്മൾ അതിൽ നിന്ന് ഈ പയർ കൃഷിയുടെ ആദായം കൊണ്ടാണ് നമ്മൾ അതിനെ നികത്തി പോകുന്നത്. അപ്പോൾ ഓരോ കൃഷി നമ്മൾ ഇതേപോലെ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്ക് മുതൽ കുറവായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാലക്രമേണ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കൃഷികൾ മാറി അതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ഒരു കൃഷി തീരുമ്പോൾ അടുത്ത കൃഷി തുടങ്ങുകയല്ല. അതിനോടൊപ്പം തന്നെ പല പ്ലോട്ടുകളിലായിട്ട് പല കൃഷികൾ ഇങ്ങനെ സംയോജിപ്പിച്ച്
അവതരിപ്പിച്ചുകൊണ്ട് 365 ദിവസവും നമ്മൾ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതും അതുപോലെ തന്നെ ചെയ്തു വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.